നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം നിരത്തിലെ പൊറാട്ടു നാടകമാകുമ്പോൾ പൊറുതിമുട്ടിയ വ്യാപാരികൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി ബുധനാഴ്ച തെരുവിലിറങ്ങുകയാണ്. കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തുവെന്ന് ഒരു വശത്ത് MLAയും സർക്കാരും, മറുവശത്ത് ജനകീയ കൂട്ടായ്മയ്ക്ക് നൽകിയ ഉറപ്പുമായി കരാർ കമ്പനിയും നിലകൊള്ളുമ്പോൾ നാളെ നടക്കാനിരിക്കുന്ന സമരം തലവേദന തീർക്കുന്നത് ആർക്കാണെന്നാണ് ചോദ്യം. ടെർമിനേറ്റ് ചെയ്ത് കരാർ കമ്പനി യാതൊരുവിധ സർക്കാർ സംവിധാനത്തിന്റെയും മേൽനോട്ടമില്ലാതെ മേലാറ്റൂരിൽ ഇപ്പോഴും വർക്ക് തുടരുന്നത് എന്ത് ഉറപ്പിന്മേലാണ് എന്നാണ് ടുഡേ ന്യൂസിന് സംശയം. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ടെർമിനേഷനും കോടതി ഉത്തരവും കരാർ പുതുക്കലുമൊക്കെയായി പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം നിരത്തിലെ പൊറാട്ടു നാടകമാകുമ്പോൾ പൊറുതിമുട്ടിയ വ്യാപാരികൾ പ്രതിഷേധവുമായി ബുധനാഴ്ച തെരുവിലിറങ്ങുകയാണ്. തകർന്നടിഞ്ഞ ചില്ലീസ് ജംഗ്ഷനും അപകടക്കെണിയായി നിൽക്കുന്ന മുണ്ടത്ത് പാലവും ഉടനടി യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ആഴ്ചകൾക്ക് മുമ്പ് പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം ഏറ്റെടുത്ത കരാർ കമ്പനിയെ സർക്കാർ ടെർമിനേറ്റ് ചെയ്തതായി നജീബ് കാന്തപുരം MLA മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും പറഞ്ഞിരുന്നു. എന്നാൽ മേലാറ്റൂരിലെ ജനകീയ സമരത്തിനൊടുവിൽ നടന്ന ചർച്ചയിൽ ടെർമിനേറ്റ് ചെയ്ത ഈ കമ്പനി CAയ്ക്കും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും ഉറപ്പുകൊടുത്തത് ഒരു മാസത്തിനകം റോഡ് നവീകരണം പൂർത്തിയാക്കുമെന്നാണ്. ചുരുക്കത്തിൽ അസലൊരു പൊറാട്ട് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് അണിയറയിൽ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ആര് നൽകിയ ഉറപ്പിലാണ് ഈ കരാർ കമ്പനി നിരത്തിൽ വീണ്ടും കുഴിയടയ്ക്കൽ നാടകം നടത്തുന്നതെന്നും അറിയണം. യാതൊരുവിധ സർക്കാർ സംവിധാനത്തിന്റെയും മേൽനോട്ടമില്ലാതെയാണ് റോഡ് പണി നടക്കുന്നതും. ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മുന്നിലാണ് നാളെ വ്യാപാരികൾ സമരം നടത്തുന്നത്. കരാർ കമ്പനിയുടെ നടപടിയിൽ നിഗൂഢത തോന്നുന്നതായും സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും വ്യാപാരികൾ പറഞ്ഞിരുന്നു. കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്ന നടപടികൾ പൂർണ്ണമായതായും യാതൊരുവിധ ഫണ്ടും ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിക്ക് കരാർ കമ്പനിക്ക് ലഭിക്കില്ലെന്നുമാണ് PWD മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നിരത്തിൽ നടക്കുന്ന സമരങ്ങൾക്കൊപ്പമാണ് താനെന്നും സമരങ്ങൾ വിജയം കാണട്ടെയെന്നും MLA കൂട്ടിച്ചേർത്തു. വ്യാപാരികൾ സമരം ചെയ്താലും പൊതുജനങ്ങൾ സമരം ചെയ്താലും ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ആ സമരത്തിനൊപ്പമാണ് ഞാനുള്ളത് 100%. അപ്പോൾ അത് ഏത് തരത്തിലുള്ള സമരം നടക്കുന്നത് സ്വാഗതാർഹമാണ്. അതുവഴി ഏത് തരത്തിലുള്ള പ്രഷർ ഉണ്ടാക്കി ജനങ്ങൾ നടത്തുന്ന സമരം വിജയിച്ചാൽ അതിന് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ജനങ്ങളുടെ സമരം മേലാറ്റൂരിൽ നടന്നു, അത് വിജയം കണ്ടു എന്നത് ഞാനും സന്തോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് KMC തന്നെയാണ് അവിടെ വർക്ക് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ KMC വർക്ക് ഇനീഷ്യേറ്റ് ചെയ്തതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവരാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല, ഒരാളും സൂപ്പർവൈസ് ചെയ്യുന്നില്ല, ഒരു ഉദ്യോഗസ്ഥനും ഫീൽഡിലില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ വർക്ക് നടത്തുന്നത്, എന്ത് വർക്കാണ് ഇവർ നടത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആര് വർക്ക് നടത്തിയാലും കുഴി അടയലാണ് നമ്മുടെ ആവശ്യം. മേലാറ്റൂർ മുതൽ ഒലിപ്പുഴ വരെയുള്ള റോഡിൻ്റെ ഒരു ഭാഗം, രണ്ടാമത് ചില്ലീസ് ജംഗ്ഷനിലെ ഭാഗം, മൂന്നാമത്തത് പുളിങ്കാവിലെ ഭാഗം, ചെറുകര ഗേറ്റിൻ്റെ ഭാഗം, 4 സ്ഥലം. ഈ 4 സ്ഥലവും ഇനി KMC തന്നെ വന്ന് കുഴി അടക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗവൺമെൻറ് നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, ഒരു മാസം കൊണ്ട്, എന്നുവെച്ചാൽ ജനുവരി മാസം കൊണ്ട് ഇവിടുത്തെ മുഴുവൻ പാച്ച് വർക്കും പൂർത്തിയാക്കുമെന്ന് ഗവൺമെൻറ് നൽകിയ വാക്കാണ്, ബഹുമാന്യനായ മന്ത്രി നൽകിയ വാക്കാണ്. ആ വാക്ക് ലംഘിക്കരുത്. അത് കേസ് കൊടുത്ത് എത്രയും വേഗം സാങ്ഷൻ ആക്കിയിട്ട് എത്രയും വേഗം ആ വർക്ക് ഇവിടെ നടക്കണം. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് താൽക്കാലികമായി യാത്രായോഗ്യമാക്കാനുള്ള പ്രവൃത്തികൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും റീടെൻഡർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ജനപ്രതിനിധികളിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒരു റോഡിനെ ചൊല്ലി ഇത്രയേറെ ജനങ്ങൾ യുദ്ധം ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടാവില്ല ഇതുവരെ. നിരത്തിൽ തോന്നിവാസത്തിന് ഇറങ്ങി പുറപ്പെട്ട കരാർ കമ്പനിയും വളം വെച്ച് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് എഴുതി തയ്യാറാക്കിയ അസലൊരു പൊറാട്ട് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വൈകാതെ നിരത്തിൽ ആടിത്തിമിർക്കുമോ എന്നും കണ്ടറിയാം. പാലൂർ തൈപ്പുയി രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.